السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا نحن نزلنا الذكر وإنا له لحافظون. صدق الله مولانا العلي. ഏറ്റവും ബഹുമാനാദരവുള്ള നമ്മുടെ ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനമുള്ള അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട പണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ കാര്യദർശി ഷെയ്ഖുൽ ജാമിയ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി കൂടിയായ ഉസ്താദ് എൻ ടി അബ്ദുൽ മുസ്ലിയാർ, സമസ്ത കേന്ദ്ര ട്രഷറർ കൊയ്യോട് PP ഉമർ മുസ്ലിയാർ, ഈ വേദിയിൽ പ്രഭാഷണം നടത്തുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗങ്ങൾ, കോഴിക്കോട് ഖാദി മുഹമ്മദ് കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മറ്റ് വേദിയിൽ അതിഥികളായി വിദേശത്തിൽ നിന്നും ആസാമിൽ നിന്നൊക്കെ അവിടെ എത്തിയ പണ്ഡിതന്മാർ, MLA മാരും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന സാദാത്തുകൾ, പണ്ഡിതന്മാർ, വിശിഷ്യ SKSF-ൻ്റെ അതിൻ്റെ നേതാക്കന്മാർ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും പോഷക സംഘടനകളുടെയും നേതാക്കന്മാർ, പ്രവർത്തകർ, SKSF-ൻ്റെ പ്രവർത്തകർ, നേതാക്കന്മാർ, ബഹുമാനമുള്ളവരെ, വളരെയധികം സന്തോഷകരമായ ഒരു സംഗമത്തിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പോഷക സംഘടനകളുണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ പ്രധാനപ്പെട്ട പല പോഷക സംഘടനകൾ, അതിൽപ്പെട്ട ഒരു പോഷക സംഘടനയാണ് SKSF. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന ആശയാദർശങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ ഈ കേരളത്തിലും കേരളേതര സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്നതിൽ വളരെ ശക്തമായ പ്രവർത്തനമാണ് SKSF നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ്, SKSF അത് രൂപീകരിക്കപ്പെട്ടു 35 വർഷം തികയുമ്പോൾ വലിയ പ്രൗഢിയോടുകൂടി ഇതുപോലെ ഒരു വാർഷിക മഹാസംഗമം ഇവിടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ
പ്രൗഢി വിളിച്ചോതുന്ന സദസ്സുകളാണ് ഇതുപോലുള്ള സദസ്സുകൾ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ 100ാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടു. അത് നമ്മൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ ഒരു പ്രൗഢി അത് കേരളത്തിൻ്റെ പുറത്തുള്ള സ്റ്റേറ്റുകളിലും അത് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത്. കർണാടക പോലത്തെ സംസ്ഥാനങ്ങളിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ പരിചയപ്പെടുത്തുന്നതിൽ അത് വലിയ സഹായകമായി എന്നുള്ളതും ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സമ്മേളനങ്ങളൊക്കെ എപ്പോഴും അത് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ഉയർച്ചക്കും ആ പ്രസ്ഥാനത്തിനെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനൊക്കെ ഉപകരിക്കുന്നതായ ഒന്നാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സമ്മേളനങ്ങളൊക്കെ അത് ഏത് അർത്ഥത്തിലും അത് എല്ലാ നിലക്കും അത് വിജയിക്കാറുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആത്മാർത്ഥമായ ദുആ തന്നെയാണ്. സമ്മേളനങ്ങൾ നടത്താൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മഹാന്മാരാവുന്ന ഉസ്താദന്മാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, മഹാന്മാരാവുന്ന സാദാത്തുക്കളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, മശായിഖന്മാർ, അസാത്തിദത്ത്, അവരൊക്കെ ഖബറിൻ്റെ സമീപത്ത് ചെന്ന് അവിടുന്ന് ദുആ ചെയ്യിപ്പിക്കും. ഇത് മഹാന്മാരാവുന്ന നമ്മളെ അസാത്തിദത്തിൽ നിന്ന്, ഉസ്താദന്മാരിൽ നിന്ന് പരമ്പരാഗതമായി നമുക്ക് ലഭിച്ചതായ ഒരു സന്ദേശമാണ്. അപ്പോൾ നമ്മൾ സമ്മേളനത്തിൻ്റെ വിജയത്തിൻ്റെ നിദാനം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് മഹാന്മാരുടെ ദുആകളാണ്, മഹാന്മാരുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ടുള്ള ദുആകളാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സമ്മേളനങ്ങളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതൊക്കെ നാളെ ആഖിറത്തിൽ ഹസനാത്തിൻ്റെ ആ തുലാസിൽ അല്ലാഹു വലിയ ഘനമാക്കി കൊണ്ട് തൂക്കി തരട്ടെ. ഈ സമ്മേളനത്തിലേക്ക് സഹായിച്ചപ്പോൾ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളിലേക്ക് സഹായിക്കുന്നവർക്കും, നമ്മുടെ സംഘടനകൾക്ക് സഹായിക്കുന്നവർക്കും, ഇത് ഈ സമ്മേളനം എന്നല്ല നമ്മുടെ എല്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്കും, ഈ സമ്മേളനത്തിനൊക്കെ പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ അവർക്കും നമുക്കൊക്കെ ഉള്ള ഹസനാത്തിൻ്റെ തുലാസിൽ അല്ലാഹു അത് വലിയൊരു ഭാരമായി കൊണ്ട് തൂക്കിത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്ന നമ്മുടെ മശായിഖ് അജ്ദാദിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അല്ലാഹു അവർക്കും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനെയും ഇതിൻ്റെ പോഷക സംഘടനകളെയൊക്കെ അല്ലാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ വിശുദ്ധമായ ദീൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അവതരിപ്പിച്ചതാണ്. മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാർ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കന്മാർ അവരിവിടെ കൈകാര്യം ചെയ്തത് അടിസ്ഥാനപരമായി ഈ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളാണ്. അൽ-അംബിയാഉ ഔലാദു അല്ലാത്ത്, അമ്പിയാക്കന്മാർ അവർ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്. ആ അമ്പിയാക്കന്മാർ, എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു വാഹിദാണ്. നിയോഗിക്കപ്പെടുന്ന പ്രവാചകൻ അത് അല്ലാഹുവിൻ്റെ റസൂലാണ്. അതിനെ തുടർന്ന് ഉള്ള കാര്യങ്ങൾ അഖീദ, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് എല്ലാ അമ്പിയാക്കന്മാരും ഇവിടെ പ്രബോധനം ചെയ്തത്. ശരീഅത്തിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ വിശുദ്ധമാവുന്നതായ ദീൻ അതിനെ അല്ലാഹുവാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിനോട് അനുയോജ്യമായ നിലക്കുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവും.
ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് വിശുദ്ധമാവുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സംവിധാനം. അത് ഒറ്റപ്പെട്ടുകൊണ്ടുള്ളതായ പണ്ഡിതന്മാരുടെ പ്രവർത്തനങ്ങളായിരുന്നു മുമ്പുണ്ടായിരുന്നത്. കാരണം അത് മതിയായിരുന്നു. അവരൊക്കെ ഓരോ വ്യക്തികളാണെങ്കിലും അവരൊരു സമൂഹമായിരുന്നു മുൻകഴിഞ്ഞ സർവ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മഹാന്മാരാവുന്നതായ സ്വഹാബത്ത്, ആ സഹാബത്ത് ഓരോരുത്തരും ഒരു പ്രസ്ഥാനമായിരുന്നു. അതുകൊണ്ടാണ് ആ സുഹാബി കന്നജൂം ബി അയ്യിഹിം ഇഖ്തദൈതും ബിഹിദൈതും റസൂൽ പറയാൻ കാരണം. ഓരോരുത്തരും ഒരു പ്രസ്ഥാനമായിരുന്നു. അതിന് ശേഷം മഹാന്മാരാവുന്ന താബീയങ്ങൾ, അവർക്ക് ശേഷം വന്ന മദ്ഹബിൻ്റെ അയിമത്ത്, അവരൊക്കെ ഓരോ പ്രസ്ഥാനങ്ങളായിരുന്നു. ഒരു സമൂഹം കൂടി ചെയ്യുന്നതായ പ്രവർത്തനമായിരുന്നു. അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കാലങ്ങൾ കുറേ കഴിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഉണർത്തിയതുപോലെ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അപ്പോൾ ആ നൂറ്റാണ്ടിൻ്റെ ആ തിളക്കവും അതിൻ്റെ ആ പ്രൗഢിയൊക്കെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറ്റാണ്ടിലേക്കുണ്ട് എന്നാണ്. അതുകൊണ്ടുള്ള ആ നൂറ്റാണ്ടിനെ പറ്റി ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്, ഉത്തമമാവുന്ന നൂറ്റാണ്ട്. അതിൻ്റെ അടുത്തുള്ള നൂറ്റാണ്ടിലേക്കുണ്ട്, അതിൻ്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുണ്ട്, മറ്റൊരു അഭിപ്രായ പ്രകാരം അതിൻ്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുണ്ട്. അപ്പോൾ ആ നൂറ്റാണ്ടുകൾ അത് വളരെ ഉത്തമമായ നൂറ്റാണ്ടുകളായിരുന്നു. ആ നൂറ്റാണ്ടിലുള്ള അയിമ്മത്ത് മശായിഖന്മാർ അവർ ജീവിച്ചതായ അവരുടെ ജീവിത രീതി, അവർക്കുള്ളതായ ഫത്വകൾ, അവർക്കുള്ളതായ അവരുടെ ശർഈയായ നിലക്ക് അവരുടെ അഹ്കാമുകൾ, ഇതിനൊക്കെ ആധാരമാക്കിക്കൊണ്ടിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടതെന്നുള്ളതിലേക്കുള്ള ഒരു സൂചനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഹദീസിൽ കൂടി പഠിപ്പിച്ചത്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. അപ്പം ആ 4 നൂറ്റാണ്ടോ അല്ലെങ്കിൽ 3 നൂറ്റാണ്ടോ, ആ 3-4 നൂറ്റാണ്ടിലുള്ള മശായിഖ് അയിമ്മത്ത് അവർ ആ ജീവിച്ചതായ ആ കാലഘട്ടം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉത്തമമായ കാലഘട്ടമായി കൊണ്ട് പ്രഖ്യാപിച്ചു. ഇതിനു വേണ്ടി ആ കാലഘട്ടത്തിലുള്ളവരെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അവർക്കുള്ളതായ ചര്യകൾ, അവരുടെ ഹക്കാമുകൾ, അവരുടെ ഫതാവകൾ, ഇതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാവണം ഇനി പിന്നീട് വരുന്നവർ ജീവിക്കേണ്ടത്. അതിൻ്റെ ശേഷം ആ കാലഘട്ടത്തിന് ശേഷം പിന്നെ ഇവിടെ വിശുദ്ധമാവുന്ന ദീനിൽ പല നിലക്കുള്ള ബിദ്അത്തുകൾ ഇവിടെ പൊട്ടി മുളക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ പ്രഖ്യാപിക്കുന്നത്, ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. ഈ വിശുദ്ധ ദീനെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു. പക്ഷേ പല നിലക്കുള്ളതായ കടത്തിക്കൂട്ടലുകളും ഈ ദീനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ, അതിൻ്റെ സംരക്ഷണ സംവിധാനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ദീനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ടൊരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. കാരണം എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിന് ഈ 3-4 നൂറ്റാണ്ടിന് ശേഷം പിന്നീട് ഇവിടെ പല നിലക്കുള്ളതായ ബിദ്അഈ സ്വഭാവങ്ങളും ഫിത്നകളൊക്കെ ദീനിൽ വന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതിനെ അതിനെ തടുക്കാനുള്ള സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരാവുന്നതായ അസാത്തിദത്ത്, അല്ലെങ്കിൽ അന്ന് ദീനിന് നേതൃത്വം നൽകുന്നതായ മഹാന്മാരാവുന്ന ഉലമാ, അതിൻ്റെ മഹത്തുക്കളാവുന്നതായ ആളുകൾ, അവർക്കുള്ളതായ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുക്കും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ദീൻ അതിൻ്റെ ആരംഭം മുതൽ തന്നെ അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് യാതനകളും വേദനകളൊക്കെ അനുഭവിച്ചവരാണ്, പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളും അവരെ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്.
അവരത് ദീനിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ദീനിന് ഏത് സമയത്തും ആ ദീനിനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ ശക്തമാവുന്നതായ പ്രവർത്തനം നടന്നുകൊണ്ടേയിരിക്കും. അത് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായി. അതിനെ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു. ഈ ദീനിൻ്റെ ആ വെളിച്ചം ആർക്കും അത് കെടുത്താനും ഇവിടെ സാധിച്ചില്ല. അത് തുടർന്നുകൊണ്ടേയിരുന്നു. അമ്പിയാക്കന്മാരെ തൊട്ട് അമ്പിയാക്കന്മാർ വരാത്ത ഒരു ഫത്രത്തിൻ്റെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടെങ്കിലും ആ വെളിച്ചം ഇവിടെ നിലനിന്നിട്ടുണ്ട്. അതുകൊണ്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബിഅ്സത്തിൻ്റെ മുമ്പ് നബീനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിഅ്സത്ത് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിലും ഇവിടെ മഹാനാവുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ആ വിശുദ്ധമാവുന്ന ശരീഅത്ത് കൊണ്ട് പിടിച്ചിരുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബിഅ്സത്ത് വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നുമില്ലെങ്കിലും മുവഹിദീങ്ങളായ ആളുകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം ദീനിൻ്റെ ആ വെളിച്ചം ഒരു കാലഘട്ടത്തിലും അതിൻ്റെ ഉത്ഭവം മുതൽ ഒരു കാലഘട്ടത്തിലും അത് നശിപ്പിക്കാൻ ഇവിടെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. അതൊട്ട് സാധിക്കുകയില്ല. അപ്പോൾ പല നിലക്കുള്ളതായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പല വിമർശനങ്ങൾ, ഇതൊക്കെ ദീനിനെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്. അതിവിടെ ഓരോ കാലഘട്ടത്തിലും അതുണ്ടായിട്ടുണ്ട്. മഹാന്മാർ പറഞ്ഞതുപോലെ വത്തഫഖു അന്ന ആഖിറ മൻ കാന മിൻ അത്ബാഇ താബിഈന മിമ്മൻ യുഖ്ബലു ഖൗലുഹു മൻ ആശ ഇലാ ഹുദൂദിൽ 20 വ 200. താബീങ്ങളുടെ ആ കാലഘട്ടത്തിൽ അവരുടെ ആ അവസാന അന്ന ആഖിറ മൻ കാന മിൻ അത്ബാഇ താബിഈൻ, താബീങ്ങളോട് പിൻപറ്റിയ ആളുകളിൽ നിന്നിട്ട് അവസാനത്തതായ വിശ്വസിക്കാൻ പറ്റുന്ന മിമ്മൻ യുഖ്ബലു ഖൗലുഹു, അവരുടെ അഭിപ്രായങ്ങളും അവരുടെ മറ്റുള്ളതായ അവരുടെ ഫത്വകളൊക്കെ നമുക്ക് സ്വീകരിക്കപ്പെടാൻ പറ്റുന്നവർ മൻ ആശ ഇലാ ഹുദൂദിൽ 20 വ 200. ഹിജ്റ 220 അവസാനം വരെ ജീവിച്ചതായ ആളുകളാണ്. എന്നാൽ വഫി ഹാദൽ വഖ്ത്, ആ അതിൻ്റെ ശേഷമുള്ള കാലഘട്ടത്തിൽ ലഹറത്തിൽ ബിദഅ, ഇവിടെ ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വെളിപ്പെട്ടു. ഊറൻ ഫാസിയൻ, വളരെ വ്യക്തമായ നിലക്ക് അവർ വെളിപ്പെടുകയും വഅത്ലഖത്തിൽ മുഅ്തസിലത്തു അൽസിനതഹ വറഫഅത്തിൽ ഫലാസിഫത്തു റൂസഹ വംതുഹിന അഹ്ലുൽ ഇൽം ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ വതഗയ്യറത്തിൽ അഹ്വാലു തഗയ്യുറൻ ശദീദൻ വലൻ യസലിൽ അംറു ഫീ നഖ്സിൻ ഇലൽ ആൻ ثم يفشو الكذب ظهورا بينا حتى يشمل الأقوال والأفعال والمعتقدات. പിന്നെ അതിന് ശേഷം ഇവിടെ ഉണ്ടായ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ബിദ്അത്തിൻ്റെ ആളുകൾ, ബിദ്ഈ പ്രസ്ഥാനങ്ങൾ ഇവിടെ വെളിപ്പെട്ടു എന്നാണ്. അതിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് മുഅ്തസിലത്ത്. അവർ ശബ്ദിക്കാൻ തുടങ്ങി. വറഫഅത്തിൽ ഫലാസിഫത്തു റൂസഹ, ഫൽസഫൻ്റെ ആളുകൾ അവരെ തല പൊക്കാൻ തുടങ്ങി. വംതുഹിന അഹ്ലുൽ ഇൽം, യഥാർത്ഥ ഇൽമിൻ്റെ ആളുകളാകുന്ന പണ്ഡിതന്മാരെ പല നിലക്കും അവരെ പരീക്ഷിക്കപ്പെട്ടു. ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ, ഖുർആൻ മഖ്ലൂക്കാണെന്ന് പറയപ്പെടാൻ വേണ്ടി, ഖുർആൻ മഖ്ലൂക്കാണെന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. അന്നിലേക്ക് മഹാനാവുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ സംഭവമൊക്കെ നമുക്കറിയാലോ. അവർ ഖുർആൻ മഖ്ലൂക്കാണെന്ന് അവരോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ പറയാത്തത് കൊണ്ട് ജയിലിൽ അടക്കപ്പെടുകയും ചെയ്തതായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ വംതുഹിന അഹ്ലുൽ ഇൽമി ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ വതഗയ്യറത്തിൽ അഹ്വാലു തഗയ്യുറൻ ശദീദ. ആ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊരുപാട് വ്യത്യാസം വന്നു. വലൻ യസലിൽ അംറു ഫീ നഖ്സ്, അങ്ങനെ പോരായ്മയോട് കൂടിക്കൊണ്ട് തന്നെ പിന്നീട് കാര്യങ്ങൾ നടന്നു പോന്നു. ഇലൽ ആൻ സുമ്മ യഫ്ശുൽ കദിബ് ളുഹൂറൻ ബയ്യിന, പിന്നെ വാക്കുകളിൽ കളവ് പറയുന്നതായ സ്വഭാവം അത് പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കൊക്കെ ഉണ്ടായി.
ഹത്താ യശ്മലുൽ അഖ്വാല വൽ അഫ്ആല വൽ മുഅ്തഖദാത്ത്. വിശ്വാസപരമായ കാര്യങ്ങൾ, കർമ്മപരമായ കാര്യങ്ങൾ, അഖീദ, അതുപോലെ തന്നെ മറ്റുള്ളതായ ഫത്വകളിലും മറ്റുമൊക്കെ കളവ് വന്നുകൂടാൻ തുടങ്ങി. ഈ ഒരു അവസ്ഥയാണ് പിന്നീട് ഉണ്ടായിത്തീരുന്നത്. പക്ഷേ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ അവിടെ ഉണ്ടായിത്തീരും. എന്നാലും വിശുദ്ധമായ ദീനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കാത്തുകൊണ്ടേയിരിക്കും. അതാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പം യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആ സരണി, അതിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നേതാക്കന്മാർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ളതായ പ്രയാസങ്ങളെ കൊണ്ട് അവരെ പ്രയാസപ്പെടുത്തപ്പെടും. നമ്മുടെ പ്രവർത്തകർക്ക് പ്രയാസങ്ങളുണ്ടാവും. പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളെ കൊണ്ട് അവരെ ബുദ്ധിമുട്ടാക്കപ്പെടും. മഹാന്മാരാവുന്ന അയിമ്മത്തിനെ വംതുഹിയ അഹ്ലുൽ ഇൽമ് ലിയഖൂലു ബിഖൽഖിൽ ഖുർആൻ. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർ ഏറ്റവും വലിയൊരു ചർച്ച ചെയ്തത് ഖുർആൻ അല്ലാഹു മഖ്ലൂഖാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ പുതിയ ആശയങ്ങളും ആദർശങ്ങളൊക്കെ ഇവിടെ കടന്നു വരും. അത് കടന്നു വരുമ്പോൾ പല നിലക്കുള്ള പ്രയാസങ്ങളും ഉണ്ടാക്കപ്പെടുന്നു. പണ്ടില്ല ചില മഹല്ലത്തുകളിൽ നിന്നൊക്കെ ചില ഉസ്താദന്മാരെ പിരിച്ചു വീണുണ്ട്. അത് കാരണം വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ടാണ് ഇക്കാര്യം പിരിച്ചു വീണത്. പക്ഷേ പലരും ഇന്നലെ എന്നോട് ഒരുത്ത് വിളിച്ചു പറഞ്ഞു, ഉസ്താദ് സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം പറഞ്ഞതുകൊണ്ട് അവിടുന്ന് പോകണമെന്നാണ് പറയണത്. അപ്പം അങ്ങനെ ഉസ്താദന്മാരൊക്കെ ഓരോ മഹലിൽ നിന്നും പിരിച്ചുവിടാനൊന്നും ആരും ശ്രമിക്കണ്ട. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ അപകടമായിരിക്കും. അവർ ഉസ്താദന്മാരെന്ന് പറഞ്ഞത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ കാവൽക്കാരാണ് അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ ഈ വിശുദ്ധമാവുന്ന ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി എല്ലാവരുടെയും ആട്ടുതുപ്പൊക്കെ കേട്ടുകൊണ്ടിട്ടും അവർ പിന്നെയും ഈ രംഗത്ത് തന്നെ പിടിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. അവർക്ക് മറ്റേതെങ്കിലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ പ്രത്യേകമാവുന്നതായ ഒരു ഖൈർ, ആ ഖൈറിന് അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഒരു ബഖിയ്യത്ത് ഖൈർ അവരിലുണ്ട്. പിന്നെ ഈ കാലഘട്ടം കൊണ്ടുണ്ടാവുന്ന ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് സാധാരണയാണല്ലോ. പക്ഷെ ഒരു ബഖിയ്യത്ത് ഖൈർ അവരിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പം നല്ല നിലക്ക് നടക്കുന്ന മഹല്ലുകളിലൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി സുന്നത്ത് ജമാഅത്തിനെയോ അല്ലെങ്കിൽ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങൾ പറയുമ്പോൾ അവരെ പിരിച്ചുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതായ ഏതെങ്കിലും മഹല്ലത്തുകാരുണ്ടെങ്കിൽ അവരോട് ഈ സമയത്ത് ഉണർത്താനുള്ളത് ആ കളി സമസ്ത കേരള ജമീയത്തുൽ ഉലമയോടും സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരോടും അതിൻ്റെ പ്രവർത്തകരോടും വേണ്ടാന്നുള്ളതാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഇവിടെ പ്രയാസങ്ങളുണ്ടാവും, പല നിലക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളൊക്കെ സഹിച്ച് അതിനെ തരണം ചെയ്തുകൊണ്ടിട്ട് ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ളൊരു സമയമാണ് ഇറ്റാൻ വാപ്പി മസ്ജിദ്. നമുക്കറിയാലോ, ആ മസ്ജിദിൽ ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ ആരാധനാലയങ്ങളെ സംരക്ഷണ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചുകൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും മറ്റ് വിധികർത്താക്കളാണെങ്കിലും അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതൊക്കെ. അപ്പോൾ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട്. ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്നും അതെനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് ഗവൺമെൻറ്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മളതിന് നിയമപരമായിട്ട് അതിനെ മറികടക്കാൻ കഴിയും. ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ, ഇവിടെ ഒരു ഭരണഘടന ഉണ്ട്, ഇവിടെ അതിനൊരു നിയമ സംവിധാനങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നിലക്കുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ നിലക്കുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥർ ഇവരിടയിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിട്ട് എന്തെങ്കിലും നിലക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗിക ചിന്താഗതി ഉണ്ടാക്കിക്കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല. അതിന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഒരിക്കലും അതിനനുകൂലമല്ല. പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാഞ്ഞെന്നൊക്കെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ പ്രതികരിക്കുമ്പോൾ അതിനതിൻ്റേതായ ഒരു ഭാഷ ഉണ്ട്, ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ. അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അത് മനസ്സിലാക്കണം. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ത് ശക്തമായ ഭാഷയിൽ ഇതിനെ എതിർക്കാഞ്ഞു. അതിന് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനൊക്കെ അറിയാത്തതുകൊണ്ടല്ലോ. സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണിത്. നമ്മളെപ്പോഴും പറയണതാണ്. അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിലുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത്. അവർക്കുള്ളതായ മദതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മദതുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. അത് യാതൊരു സംശയമില്ല. അതിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഏതോ ചില ഖത്തീബുമാരൊക്കെ എവിടുന്നൊക്കെ പ്രസംഗിച്ച ഖുതുബയിൽ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് പോകുന്നത്. അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിന് ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗലവിമാരൊക്കെ ഉണ്ട് പല ഭാഗത്തും. അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പടിയല്ല നമുക്ക്. ആ മറുപടി ഇതാണ്, ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത്. അല്ലാതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമ സമസ്തക്ക് എന്താ ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തിക്കൂടെ? എവിടെ നടത്തിക്കൂടെ? സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് ഇവന്മാരാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ സമസ്തൻ്റെ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, സമസ്തൻ്റെ മഹാന്മാരാവുന്ന അസാത്തിദ്, സമസ്തൻ്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം. അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി. ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു ചെയ്തു. എവിടെയും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയുന്നു. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും സമസ്തക്ക് സമ്മേളനം നടത്താൻ കഴിയും. അതൊക്കെ വിജയിപ്പിച്ചെടുക്കാനും സമസ്ത കേരള ജമീയത്തുൽ ഉലമ കഴിയും. പിന്നെ ഏതെങ്കിലും കേക്കോ പടിഞ്ഞാറോ ഉള്ള മൗലവിമാർ അങ്ങനെ പലതും അവരൊക്കെ നമ്മൾക്ക് അതൊന്നും എന്ന് പറഞ്ഞാൽ ഒരു പണ്ഡിതെന്നുള്ള നിലക്ക് പണ്ഡിതൻ്റെ ആ പാണ്ഡിത്യത്തിനോട് യോജിച്ചതല്ലാതെ മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ആര് എതിർത്ത് പറഞ്ഞാലും. അപ്പോൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം, ഇതിനെപ്പറ്റി നമുക്കറിയാം. ഇത് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവ് ഇവിടെ സ്ഥാപിച്ചതായ ഒരു പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന് ആര് തൊട്ട് കളിച്ചാൽ, ഇതിനെ ആര് തമാശയാക്കിയാലും ആര് പരിഹസിച്ചാലും ഇത് നമ്മളല്ല ഇതിന് മറുപടി പറയല്ലേ. ഇത് മഹാന്മാരാവുന്നതിൻ്റെ മശായിഖന്മാരായിരിക്കും മറുപടി പറയും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അണിനിരന്നും കൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താനും വേണ്ടി, ഈ പ്രസ്ഥാനത്ത് ദീനിൻ്റെ പ്രസ്ഥാനമാണ്. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹുവിലേക്കുള്ള സൈറിലാണ് നമ്മളുള്ളത്. ഇന്നൽ ഇൻസാന ലാ യസ്തതിഉ അൻ യസീറ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല. ഏതൊരു മനുഷ്യനും അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിലാണ്. ആ പ്രയാണത്തിൽ നമുക്ക് വിജയിക്കണ്ടേ? ആ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ശരിയായ റൂട്ടിൽ കൂടി നമ്മൾ പോകണം, എന്നാലേ ആ വിജയിക്കുള്ളൂ. അല്ലാതെ വഴി വളഞ്ഞു പോയാൽ ഒരിക്കലും വിജയത്തിലെത്തൂല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അള്ളാഹുവിലേക്കുള്ളതായ സൈറ്, ആ പ്രയാണത്തിൽ ഏതൊരു മനുഷ്യനിക്കും ആ പ്രയാണം വിജയിക്കണമെന്നുണ്ടെങ്കിൽ മഹാന്മാർ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്താ? ഇല്ലാ ബി ഖൽബിൻ യർആ ഹുദൂദല്ലാഹ്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഹുദൂദുകൾ, ആ അതിർവരമ്പുകളെ സൂക്ഷിക്കുന്നതായ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. വ ഈമാനിൻ സഹിയാവുന്ന ഈമാൻ നമ്മൾക്കുണ്ടാവണം. വ അഖീദത്തിൻ സാബിത്തത്തിൻ ഖൈറുൽ ഖുറൂൻ വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുള്ള അഖീദയാവണം നമ്മുടെ അഖീദ. മഹാന്മാരാവുന്ന സഹാബത്ത് അവരെ കാലഘട്ടത്തിൽ അവർ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കുന്നാ നുഫദ്ദിലു ബഅദനാ അലാ ബഅദ്.
ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുള്ള ചിലർക്ക് മറ്റു ചിലരേക്കാൾ ഫضലുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ വഉമർ അലാ ഉസ്മാൻ വഉസ്മാൻ അലാ അലി. ഉമർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും, ഉസ്മാൻ ബിൻ അഫ്ഫാനിനേക്കാൾ ഉമർ റളിയല്ലാഹു അൻഹുവിനും, അലി റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഉസ്മാൻ ബിൻ അഫ്ഫാനിനും ഫضലുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു. സഹാബത്തിൻ്റെ വിശ്വാസമാണത്. ആ വിശ്വാസത്തിൻ്റെ എതിരാണ് പിന്നീട് ഷിയാക്കൾക്ക് ഉണ്ടായത്. ഇവരേക്കാളൊക്കെ ഫضല് അലി റളിയല്ലാഹു അൻഹുവിനേക്കാളെന്ന് വിശ്വസിക്കണം. അങ്ങനെ അവരെ വിശ്വാസം പല നിലക്കുണ്ട്. ആ വിശ്വാസത്തിൻ്റെ വിശദീകരണത്തിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടക്കുകയല്ല. അലി റളിയല്ലാഹു അൻഹു മോശക്കാരെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അലി റളിയല്ലാഹു അൻഹു വലിയ മഹാൻ തന്നെ, അതിൽ ആർക്കും സംശയമില്ല. അലി റളിയല്ലാഹു അൻഹു വലിയ ആളാണെന്ന് വിശ്വസിക്കണ്ടേ? സുമ്മ അലിയുന്നല്ലേ, അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫനുഫദ്ദിലു അബൂബക്കർ അലാ ഉമർ എന്ന സഹാബത്തിൻ്റെ ആ അഖീദ, അതാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ. അതാണ് അഖീദത്തിൻ സാബിതത്തിൻ ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലുണ്ടാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ അവർ അഖീദയായി കൊണ്ട് അംഗീകരിച്ചു പോകുന്ന അഖീദയാവണം നമ്മളെ അഖീദ. എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ. വഅമാലിൻ മുഖയ്യത്തിൻ ബി ശരീഅത്തില്ല, അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ശരീഅത്ത്, ആ ശരീഅത്തിനോട് മുവാഫഖത്തായ അമലുകളാവണം നമ്മളോടുണ്ടാവണം. കള്ള തരീഖത്തിനെ പറ്റി കള്ള ശൈഖന്മാരിലേക്കുള്ള സൂചനയാണത്. ശരീഅത്തൊന്നുമില്ലാതെ നടക്കുന്ന കുറേ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയ, അത് വേറൊരു വിഭാഗമാണത്. ഒമിനും കോമും ബഹാരിയിൽ നിന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയില്ലേ, അത് അവരെ പറ്റിയല്ല ഈ പറയണത്. പക്ഷേ ശരീഅത്തിൻ്റെ ശരിയായ റൂട്ടിൽ കൂടി സഞ്ചരിക്കണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധ്യമാവുള്ളൂ. അത് മാത്രം പോരാ. അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പകർത്തപ്പെടുന്ന സ്വഭാവങ്ങളാവണം ഉണ്ടാവേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം ശരിയാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ അണിനിരക്കണം എന്ന് പറഞ്ഞത്, അല്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ നിങ്ങൾ അണിനിരക്കണം നിങ്ങളോടൊക്കെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഈ പറയുന്നതായ 4-5 കാര്യങ്ങൾ: ഖൽബുൻ യർഹാ ഹുദൂദല്ലാഹ് വ ഈമാൻ സഹീഹ് വ അഖീദത്തിൻ സാബിതത്തിൻ, അതുപോലെ തന്നെ വ അഅമാലിൻ മുഖയ്യദത്തിൻ ബി ശരീഅത്തില്ലാഹ്. മാത്രം പോരാ, വ അഖ്ലാഖിൻ മുഖ്തബസത്തിൻ മിൻ അഖ്ലാഖി റസൂലില്ല. ഈ സ്വഭാവങ്ങൾ അടിസ്ഥാനപരമായി ഉണ്ടാവണം, എന്നാലേ അള്ളാഹുവിലേക്കുള്ള പ്രയാണം സാധിപ്പിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ നമ്മളെ വർത്താനത്തിൽ സത്യം പറയാൻ പാടും. സത്യമല്ലാത്ത വർത്താനം നമ്മൾ പറയാൻ പാടില്ല. വസ്സഫാഫിൽ അഹ്വാൽ, നമ്മളെ എല്ലാ അവസ്ഥയിലും സഫാ നമുക്കുണ്ടായി തീരണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ ഫിൽ അഫ്ആൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവണം. ഇത് 3 നമ്മളെ അടിസ്ഥാനമാണ്. ആ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പറയപ്പെട്ട ഈ 4-5 കാര്യങ്ങൾ. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനവും ഇതിൻ്റെ പോഷക സംഘടനകളോടും പറയാനുള്ളത് അതാണ്. സമസ്തനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാവണം നിങ്ങളെ പ്രവർത്തനം എന്നുള്ളതാണ്. അതാണ് നിങ്ങൾ സമസ്തൻ്റെ കീഴടങ്ങാവുന്ന സമസ്തനെ ശക്തിപ്പെടുത്തണം. സമസ്തനെ ശക്തിപ്പെടുത്താൻ ആവശ്യമാവുന്ന പ്രവർത്തനം ഏത് പോഷക സംഘടനകളാണെങ്കിലും അവർ ചെയ്യേണ്ടത് സമസ്തനെ ശക്തിപ്പെടുത്തലാണ്. സമസ്തനെ ശക്തിപ്പെടുത്താനാണ് പോഷക സംഘടനകൾ നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. എല്ലാ പോഷക സംഘടനയും മുന്നിൽ സമസ്ത എന്ന് കൂട്ടി കൊടുക്കുന്നുണ്ടില്ലേ? അത് എന്തിനു വേണ്ടിയാ? ഇതൊക്കെ സമസ്തൻ്റെ പോഷക സംഘടനകളാണ്. സമസ്തക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന പോഷക സംഘടനകളാണ് എല്ലാ പോഷക സംഘടനകളും. SKSF പോലെ, അങ്ങനെ തന്നെ SMF പോലെ, SYS പോലെ, ഇങ്ങനത്തെ നമ്മളെ പല പോഷക സംഘടനകളുണ്ടല്ലോ നമ്മൾ അഭിമാനിക്കണേ. അങ്ങനെ എല്ലാ പോഷക സംഘടനകളോടും പറയാനുള്ളത്, എന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് അഭിമാനിക്കപ്പെടാൻ പറ്റില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്നതായ പോഷക സംഘടനകളാവണം സമസ്തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ പോഷക സംഘടനകളും. ആ നിലക്ക് സമസ്തയുടെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ, സമസ്തയുടെ ആശയങ്ങളും ആദർശങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ വിശ്വാസമൊക്കെ സംരക്ഷിക്കാനുള്ളതായ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കും അതിൻ്റെ പോഷക സംഘടനകൾക്കും അല്ലാഹു നൽകട്ടെ. നമ്മുടെ ഇതുപോലുള്ള സമ്മേളനങ്ങളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഇതിന് സഹായിച്ച എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിഞ്ഞു കൊടുക്കട്ടെ. എന്താണെന്ന് പിന്നെ ഇപ്പം എൻ്റെ പണി നിങ്ങൾക്ക് അറിയാമല്ലോ, അതാണ് ബക്കറ്റ് കാശം പറയാം. അതെല്ലാം കൊടുത്തു അതിനൊരാളെ വിളിച്ചു കൊണ്ടിരുന്നു മാത്രം. അപ്പം അതുകൊണ്ട് നിങ്ങളേതായാലും ഇന്നെ വഷളാക്കണ്ട, എല്ലാവരും നന്നായി ഇട്ടാളി.
ബക്കറ്റ് കളക്ഷന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫൈസി സൂചിപ്പിച്ചല്ലോ, കടയില്ലാതെ രക്ഷപ്പെടുമെന്ന് മൂപ്പര് വാപ്പ കഴിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പോൾ കടയില്ലാത്ത പോലെ ഈ സമ്മേളനം രക്ഷപ്പെടണം. അപ്പോൾ ആ നിലക്ക് എല്ലാവരും സജീവമായി കൊണ്ട് ബക്കറ്റൊക്കെ നിറക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യട്ടെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ പോഷകങ്ങൾ ഇതിനൊക്കെ അള്ളാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ രാജ്യത്തുള്ളതായ എല്ലാ സമൂഹങ്ങൾ തമ്മിലുള്ള ഐക്യവും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഐക്യവും ഈ സഹോദര്യവും ഈ സ്നേഹമൊക്കെ അള്ളാഹു ഇവിടെ നിലനിർത്തിത്തട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.